കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്ക് കലശലായ മോഹം, പക്ഷേ പണമില്ല. ഞാനൊരു കഥ പറയാം, നിങ്ങളെനിക്ക് പണം നൽകി പഠിക്കുവാൻ സഹായിക്കുമോ? കഥാപ്രസംഗ വേദിയിലെ മുടിചൂടാമല്ലനായ വി സാംബശിവന്റെ ആദ്യ കഥാപ്രസംഗ വേദിയിലെ ആമുഖ വാചകങ്ങളാണിവ. വരം വഴിയെ വാമൊഴിയാക്കി ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന മനോഹരമായ കലയാണ് കഥാപ്രസംഗം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും അനേകം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ കാഥികൻ സുന്ദരൻ നെടുമ്പള്ളിയെ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. ഞാൻ സുന്ദരൻ നെടുമ്പള്ളി, ഒരു കഥാപ്രസംഗ കലാകാരനാണ്. എറണാകുളം ജില്ലയിൽ ഒക്കൽ പഞ്ചായത്തിൽ കൂടാലപ്പാട് കരയിലാണ് എൻ്റെ വീട്, എൻ്റെ ജീവിതവും. 38 വർഷമായിട്ട് ഈ കഥാപ്രസംഗ കലാരംഗത്ത് സജീവമായ ഒരു കലാകാരനാണ്. വേദശാസ്ത്രങ്ങൾ ചൊല്ലിത്തന്നു പഴമക്കാർ, ജപവും തപവുമായി കാടുകയറിയ താടിക്കാർ. വേദശാസ്ത്രങ്ങൾ ചൊല്ലിത്തന്നു പഴമക്കാർ, ജപവും തപവുമായി കാടുകയറിയ താടിക്കാർ. ചാതുർവർണ്ണ്യം മനുഷ്യ സൃഷ്ടിയല്ലേ, ജാതി ചിന്തകൾ വ്യർത്ഥ ചിന്തയല്ലേ. ചാതുർവർണ്ണ്യം മനുഷ്യ സൃഷ്ടിയല്ലേ, ജാതി ചിന്തകൾ വ്യർത്ഥ ചിന്തയല്ലേ. നമ്മൾ സാക്ഷരരല്ലേ, നമ്മൾ സാക്ഷരരല്ലേ, നമ്മൾ സാക്ഷരരല്ലേ. ഭീമപുത്രനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ച രീതിയിലാണ് ഞാൻ ഭീമപുത്രനായാലും ഏത് പുരാണ കഥയാണെങ്കിലും അവതരിപ്പിക്കാറുള്ളൂ. അത് ആദ്യമേ പറഞ്ഞു വരുന്നത്, ഒന്നാമത് നമ്മുടെ ഈ കഥാപ്രസംഗ കല ഇന്ന് വേദികൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ കഥ പുരാണമാണെങ്കിൽ ഞാൻ ഇവിടെ ഭീമപുത്രനിലൂടെ പറഞ്ഞു വരുന്നത്. ഒരു കാലത്ത് ഇരുളടഞ്ഞ ഒരു സമൂഹത്തെ നമ്മുടെ വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു അറിവിന്റെ കലയാണ്, ഒരു ബോധന കലയായിരുന്നു കഥാപ്രസംഗ കല. അതിനുശേഷം അത് ഒരുപാട് വേദികളെ കുറഞ്ഞു. അതിപ്പോൾ ദൃശ്യമാധ്യമങ്ങളെ കടന്നുവരവോടുകൂടിയാണ് അങ്ങനെ ഒരു ശോചനീയാവസ്ഥ ഉണ്ടായതെന്നാണല്ലോ പല നിരീക്ഷകരുടെ നിഗമനമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്കത് അങ്ങനെ വിശ്വസനീയമല്ല. കാരണം ഇന്നത്തെ ആളുകളിൽ ശ്രദ്ധ കുറവാണ്. അതുകൊണ്ടാണ് അപ്പോൾ ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്ന ബോർഡുകൾ വഴിയിലേക്ക് ഒരുപാട് പേര് വരാൻ കാരണം. ഞാൻ അന്വേഷിച്ചപ്പോൾ, ഞാൻ ഈ കഥ പറഞ്ഞ കാലത്ത് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 6862 പേരോളം വഴിയിൽ വാഹനം തട്ടി മരിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീടെടുത്ത് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാം, ശ്രദ്ധയില്ല. അപ്പൊ മക്കളെ ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾക്ക് നേരമില്ല, വൃദ്ധരായ മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ മക്കൾക്ക് സമയമില്ല. അതുപോലെ തന്നെ അച്ഛൻ എന്നാൽ ഇച്ഛ പോലെ വളർത്തുന്നവൻ അച്ഛൻ, അതൊരച്ഛനും അറിയില്ല. അമ്മ എന്നാൽ അറിവേകി ആഹാരമേകി അരികിൽ നിൽക്കേണ്ടവളാണ്, പാലൂട്ടി വളർത്തേണ്ടവളാണ്, അരികിൽ നിൽക്കേണ്ടവളാണെന്ന് ആ ഒരു ശ്രദ്ധ അമ്മയ്ക്കും അറിയില്ല. മക്കൾ, സന്തതികൾ എന്നാൽ സന്തത സഹചാരികളായി നിൽക്കേണ്ടവരെന്നാണ്, അത് സന്തതികൾക്കും അറിയില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. സന്തതി എന്താണ്? സന്തത സഹചാരികളായി നിൽക്കേണ്ടവരാണ് സന്തതികൾ, അത് സന്തതികൾക്കും അറിയില്ല. താലി കെട്ടി എന്തിനാന്ന് വെച്ചാൽ കെട്ടുകൾക്കും അറിയില്ല. ആ സാധനം കയറ്റി നടക്കുന്നതിനകത്ത് കെട്ടുകൾക്കും അറിയില്ല. മധുവിധു തീരും മുമ്പേ കോടതികളിൽ ശിഥിലമായി തീരുകയാണ് ദാമ്പത്യ ബന്ധങ്ങൾ. ഇപ്പൊ കോടതികളിൽ ചെന്ന് നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ കോടതികളിൽ ഏറ്റുമുട്ടുന്നത് ബന്ധുക്കളാണ്. രക്തബന്ധങ്ങൾക്ക് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു വല്ലാത്തൊരു കാലം, ഒരു കലികാലം. ഇവിടെയാണ് ഞാൻ ഈ ഭീമപുത്രൻ എന്ന മഹാഭാരതത്തിലെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. 5024 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിഷാസ്ത്രമേറ്റ് സ്വർഗം പ്രാപിച്ചു. അന്ന് മുതൽ കലിയുഗം ആരംഭിക്കുകയാണ്. ഈ കലിയുഗത്തിൽ നാം എങ്ങനെ ജീവിക്കണം, നമ്മുടെ സംസ്കാരം എന്താവണം, നമ്മുടെ ആചാരങ്ങൾ എങ്ങനെയാണ്, നമ്മളുടെ സംസ്കാരം ആചാരങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഭഗവാൻ വ്യാസനിലൂടെ നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയുണ്ടായി. നമ്മുടെ സ്ത്രീകളെ കാഴ്ചപ്പാടുകൾ മാറണം, എങ്ങനെ പണം ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ആ ചിന്തയോടുകൂടി നടക്കുന്നതുകൊണ്ടാവാം നമ്മുടെ ഭാരത സ്ത്രീകളെ ഭാവശുദ്ധി ഭാരതം കടന്നുപോയി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് നാരായണ ഗുരു പറഞ്ഞപ്പോ ആ മതമേത്, ആ ജാതി ഏത്, ആ ദൈവമേതെന്ന് അന്വേഷിക്കുന്ന തിരക്കിലായി പോയി മനുഷ്യർ. മതസൗഹാർദ്ദത്തിന് നേരും നിറവും നൽകി പേരും പെരുമയും നേടിയ നമ്മുടെ നാട് ഇന്ന്, നേര് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ കടം കൊള്ളുകയല്ലേ, അല്ലെങ്കിൽ അത് അർത്ഥവത്താക്കി തീർക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. ഇവിടെ
ഞാനൊരു കവിത പാടിക്കൊണ്ട് ഈ വന്ദിതേ ഭാരതാംബയുടെ കഥ ആരംഭിക്കുകയാണ്. ഇനിയോരവതാരമാരെടുക്കും, ഇനി ആരു രക്ഷകനായി മരിക്കും, ഇനി ആര് ബോധം തിരിച്ചു നൽകും, ഇനി ഏതു സൂര്യൻ ഉദിച്ചു പൊങ്ങും. ഇനി ആരവതാരമാരെടുക്കും, ഇനി ആരു രക്ഷകനായി മരിക്കും, ഇനി ആര് ബോധം തിരിച്ചു നൽകും, ഇനി ഏത് സൂര്യൻ ഉദിച്ചു പൊങ്ങും. അപകട പെരുമഴ പ്രഗതി പ്രചണ്ഡത, അപകട പെരുമഴ പ്രഗതി പ്രചണ്ഡത, കാറ്റായി വെള്ളമായി കാട്ടുതീയായി, ഇതിനൊക്കെ ഏതു മതങ്ങൾ ചാർത്തും, ഏതു ദൈവത്തെ പഠിച്ചു നിർത്തും, ഇതിനൊക്കെ ഏതു മതങ്ങൾ ചാർത്തും, ഏതു ദൈവത്തെ പഠിച്ചു നിർത്തും. ഇവിടെ ആരംഭിക്കട്ടെ വന്ദിതേ ഭാരതാംബേ.